അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എന്റെ സ്വന്തം നാട്ടിലെ എന്റെ സ്വന്തം 16ാം വാർഡിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ടീനേജേഴ്സിനുള്ള ഒരു ലഹരി വിമുക്ത പ്രോഗ്രാമിന്റെ ക്ഷണമായിട്ട് വന്നതാണ്. നമ്മുടെ നാട്ടിലെ പ്രോഗ്രാം ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെമ്പർ ക്ഷണിച്ചതിന്റെ പേര് നമ്മൾ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ 18 വയസ്സും 20-22 വയസ്സുള്ള കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് പ്രോഗ്രാം ഇവിടെ ഷെഡ്യൂൾ ചെയ്തേക്കണേ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെമ്പറോട് തന്നെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വന്തം നാട്ടിലെ കുട്ടികളാണ് കേട്ടോ. എല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 16ാം വാർഡ് മെമ്പർ. അപ്പൊ മെമ്പറോട് തന്നെ ചോദിക്കാം, മെമ്പർ എന്താണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് ടീനേജ് കുട്ടികളാണ്. അപ്പോൾ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരെ കിട്ടില്ല. പിന്നെ നമുക്ക് അവർക്കത് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഗെയിംസ് ഒക്കെ ആയിട്ട് നമ്മുടെ വാർഡ് തലത്തിലുള്ള ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കണ്ടക്ട് ചെയ്തത്. വളരെ നല്ല ഒരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് പല ഗെയിംസും പല പ്രോഗ്രാംസും കൊടുത്തിട്ടാണ് അവരെ നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. ഓരോ കുട്ടികളെയും നമ്മൾ പോസ്റ്റ് കാർഡ് ഇട്ട് ക്ഷണിച്ചിട്ടാണ് എല്ലാവരും എത്തിയത്. എനിക്ക് ഏറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ബോയ്സ് കൂടുതലായിട്ട് നമുക്ക് കിട്ടി. അങ്ങനെ നമ്മുടെ പാണഞ്ചേരി പഞ്ചായത്ത് 16ാം വാർഡിൽ ഏർപ്പാടാക്കിയ നമ്മുടെ ടീനേജേഴ്സിന് ഉള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്സിൻ്റെ ഇതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇത് കുഞ്ഞുങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഇപ്പോൾ രജിസ്റ്ററിൽ ഒപ്പിടുന്നതാണ്. അപ്പോൾ വന്ന കുട്ടികളെല്ലാവരെയും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബാനറാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതായത് കുഞ്ഞുങ്ങളിൽ, അതായത് ടീനേജേഴ്സിൽ വരുന്ന ലഹരി വസ്തുക്കളെ നമ്മൾ ഉപയോഗം പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനുള്ളൊരു ബോധവൽക്കരണമാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മുടെ മെമ്പർ ദേ ഇനി നടക്കാൻ പോണ പ്രോഗ്രാം എന്താണെന്ന് വിശദീകരിക്കാൻ പോണേ. അങ്ങനെ നമ്മളിതേ മരിച്ചുപോയ നമ്മുടെ VS അച്യുതാനന്ദൻ സാറിന് വേണ്ടി ഒരു സെക്കൻഡ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അനുശോചനം രേഖപ്പെടുത്തി. പിന്നെ നമ്മളിതേ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ പടിയായ പ്രയർ ചൊല്ലി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ ഓരോന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ, അതായത് വന്നിരിക്കുന്ന കുട്ടികളിൽ നിന്ന് തന്നെ നമ്മളിത് മെമ്പർ ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ അണ്ടറിലായിരിക്കും ഇനി ഇവരുടെ ടീം വർക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് നമ്മളിത് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടെടുത്ത് നമ്മളിത് ക്യാപ്റ്റൻ ടീമിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്റ്റൻ സെലക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജിലേക്ക് കിടക്കാം. ഗസ്റ്റായ CI സാറ്, ജാഗ്രതാ സമിതി RP നീതു, കൗൺസിലർ അർച്ചന, ജാഗ്രതാ സമിതി അംഗങ്ങൾ സുബ്രൻ, സോമൻ, കുടുംബശ്രീ, CDS, അംഗനവാടി ടീച്ചേഴ്സ്, JPHN, സുമ എന്നിവരാണ്. അങ്ങനെ നമ്മുടെ ടീമിൽ നിന്ന് നമ്മുടെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്തത് നമ്മുടെ സ്റ്റേജിലേക്ക് വിളിച്ച് ക്യാപ്റ്റനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ പട്ടിയോട്ട് പഠിക്കുന്നു. എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, 2 അനിയത്തിമാര്. നമുക്ക് ആദ്യം ഈ സാധനം, അതായത് ഈ കൺഫ്യൂഷൻ അങ്ങനെ മാറ്റാം. ഒരു ഐസ് ബ്രേക്കിംഗ് ചെയ്യാം. ഐസ് ബ്രേക്കിംഗ് എന്താ പറയുക? മഞ്ഞുരിക്കുക. മഞ്ഞുരുക്കിയിട്ടുണ്ടാവും വെള്ളാവും. അപ്പൊ എല്ലാം ക്ലിയർ ആയി കാണാൻ പറ്റും നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം ഐസ് ബ്രേക്കിംഗ് ചെയ്യാം. അപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ഒരു 10 അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതേ ക്യാപ്റ്റനെ കൊണ്ട് ക്യാപ്റ്റൻ്റെ കൂട്ടുകാരിൽ നിന്ന് 10 കുട്ടികളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഇതേ ക്യാപ്റ്റൻ ഓരോരുത്തരായിട്ട് വിളിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മളിതേ 10 കുട്ടികളെ സ്റ്റേജിലായിട്ട് ക്ഷണിച്ചിട്ട് ഇനി അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മളെ കുട്ടികളെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കുളം കര കളിച്ച അതേ സെയിം സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ ഔട്ടാവുന്നവരെ വിട്ട് നമ്മളൊരു ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ആളെ സെലക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ.
നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിച്ചിട്ട് ഇല്ലേ? അപ്പൊ ഇപ്പൊ നമ്മള് കളിക്കാൻ പോകുന്നത് കുറച്ച് ഇതായിട്ടാ. അതായത് നമുക്കറിയാം നമ്മുടെ ഈ വീടിന്റെ ഭാഗത്തൊക്കെ കുറെ ആൾക്കാർ നമ്മുടെ വീട്ടില് അച്ഛാച്ചന്മാരൊക്കെ കുറച്ച് ഡ്രിങ്ക്സ് കഴിക്കുക, പിന്നെ സിഗരറ്റ് വലിക്കുക പരിപാടിയൊക്കെ ഉണ്ട്. നമ്മളിതൊന്നും ചെയ്യില്ല. നമ്മൾ ചെയ്യോ? നമ്മളിതൊന്നും ചെയ്യില്ല. അപ്പൊ യെസ് നോ എന്ന് പറയും. യെസ് എന്ന് പറയുമ്പോ അവിടെ തന്നെ നിൽക്കുക, നോ എന്ന് പറയുമ്പോ ചാടുക. കൂട്ടിയിടിക്കരുത്, തല്ലൂടരുത്, ജയിക്കുന്ന ആൾക്ക് സമ്മാനം. നോ ആദ്യത്തെ ഗെയിമിൽ നിന്ന് നമ്മളെ വിജയനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിയാണ് നമ്മുടെ ഗെയിമിലത്തെ ഫസ്റ്റ് വിന്നർ. അപ്പോൾ പുള്ളീനെ നമ്മളവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആൾക്കുള്ള സമാധാനം ലാസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബാക്കിലുള്ളവർക്കും ഫ്രണ്ടിലുള്ളവർക്കും കേൾക്കില്ല ഞാൻ പറയണ എന്താത്. അഞ്ചനാളാണ് ഞാൻ. കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് കേട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗ് കേട്ടിട്ടുണ്ട് എല്ലാവരും? കേട്ടിട്ടുണ്ടോ? എന്താ കൗൺസിലിംഗ് അറിയോ? അങ്ങനെ നമ്മുടെ ഗസ്റ്റായിട്ട് നമ്മുടെ പ്രോഗ്രാമിലോട്ട് വന്ന നമ്മുടെ അർച്ചന മാഡം നമ്മുടെ കുട്ടികൾക്ക് ഒരുവിധം കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് ഒരു ബ്രീഫ് നോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന വിഷമങ്ങളും വേദനകളും അതുപോലെ ദേഷ്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാഡം ഈ പ്രോഗ്രാമിൽ പറഞ്ഞ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരെയും വിളിച്ച് ആൾ സ്പെഷ്യലൈസ് ചെയ്ത് ചോദിച്ചും പറഞ്ഞൊക്കെയാണ് പ്രോഗ്രാം ആൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാഡം ഓരോരുത്തരെയും വിളിച്ച് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൗൺസിലിങ്ങിൻ്റെ രൂപേണ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവർക്കതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. കാരണം കുട്ടികൾക്ക് പലർക്കും പല രീതിയാണല്ലോ, ഓരോരുത്തരും ഓരോ ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് ഓരോരുത്തരെ സ്പെഷ്യലൈസ് ചെയ്താണ് ആൾ ക്ലാസ് നടത്തിയത് കേട്ടോ. എന്താ ചെയ്യാറ് അത് പറയട്ട, അല്ലാണ്ട് എന്താ ചെയ്യാറ്? പാട്ട് കേൾക്കാൻ നോക്കും, ഗെയിം കളിക്കാനൊക്കെ നോക്കും. ഇനി ആൽവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു സാഹചര്യത്തില് ഒരു പേപ്പർ, ഒരു പേന അല്ലെങ്കിൽ ഒരു ബുക്ക് ഇതെടുത്തിട്ട് ഓന് ദേഷ്യം വന്ന കാര്യങ്ങള് അപ്പപ്പ എഴുതി വെക്കുക. ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്ത് മാറിപ്പോവുക, ബുക്ക് എടുക്കുക, പേന എടുക്കുക, ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോ ദേഷ്യം കുറയുണ്ടോന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്തെ കൗണ്ട് ചെയ്യാം. ഈ 100 തൊട്ട് ബാക്കിലേക്ക് കൗണ്ട് ചെയ്യാം. 100, 99, 98, 90 അങ്ങനെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താ ഉണ്ടാവാന്നറിയോ? ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ ആ ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ദേഷ്യത്തെ നമ്മൾ അങ്ങനെ നമ്മുടെ ഗസ്റ്റായ അർച്ചന മാഡത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാം.
ഏത് അപ്പൊ എല്ലാവരും പിന്നെ ഈ മാസം ആർക്കെങ്കിലും ബർത്ത്ഡേ ഉണ്ടാ? ഈ മാസം കഴിഞ്ഞതാണോ? നമ്മുടെ ടീനേജ് ടീമിൽ നിന്നും ഈ മാസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികൾക്ക് ഓരോ വിഷും കൊടുത്തു കേട്ടോ. ചിലര് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സെൽഫി കോൺടെസ്റ്റിൽ പങ്കെടുത്ത ആരൊക്കെ ഉണ്ട് ഇവിടെ? സെൽഫി കോൺടെസ്റ്റിൽ പങ്കെടുത്തവര് സെൽഫി അയച്ചിരുന്നവര്. അപ്പോൾ അതേ നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുന്നോടിയായിട്ട് കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവാൻ വേണ്ടി ഒരു സെൽഫി കോൺടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വിന്നർക്ക് ഇനി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെൽഫി കോൺടെസ്റ്റിലെ വിന്നറാണ് ഈ പോകുന്നത്. അപ്പോൾ അത് പുള്ളിക്ക് പഞ്ചായത്ത് വക ഒരു ചെറിയൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. പേരിട്ടിട്ടില്ല. നമ്മുടെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലെ 16ാം വാർഡിന്റെ വാർഡ് തല പരിപാടിക്ക് പേരിട്ടിട്ടില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കൊക്കെ പേര് നിർദ്ദേശിക്കാം. ഏറ്റവും നല്ല പേര് പറയുന്ന ആൾക്ക് ഇതുപോലൊരു ഗിഫ്റ്റ് ഇവിടെ മുമ്പ് തന്നെ കിട്ടും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. മഴവില്ലേ എന്നാണ് ഞാൻ ഇടുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും മനസ്സിൽ പേര് വിചാരിച്ചോട്ടാ. മഴവില്ലെന്ന് ഞാൻ പറഞ്ഞ ആരും മഴവില്ലെന്ന് പറയുന്നത് മഴവില്ലെന്നാണ് പരിപാടിയുടെ പേര് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മനസ്സിലാവുന്ന പേര് കണ്ടോ? പറയൂ. അപ്പൊ അവിടെ എഴുതിയിട്ട് അവിടെ വെച്ചിട്ട് പോകണം. അങ്ങനെ ദേ നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം എന്നും പറഞ്ഞ് അപ്പോൾ നമ്മളിതേ ഒരു ടീ ബ്രേക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ്റെ ടീ ബ്രേക്ക് അനൗൺസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ചായയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഇത് അപ്പോൾ കുട്ടികളെല്ലാവരെയും നമ്മൾ ഇനി ചായ കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ടീ ടൈം ആയി. അപ്പോൾ വന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ചായയും സ്നാക്സാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കണേ. അപ്പോൾ അത് അതിൻ്റെ വിതരണമാണ് ഈ നടക്കുന്നത്. നമ്മുടെ കയ്യില് കുറെ ആക്ടിവിറ്റീസ്, നമുക്ക് കുറച്ച് സ്വന്തമായിട്ട് കുറെ കഴിവുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അല്ലെ. പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്, പടം വരയ്ക്കുന്നവരുണ്ട്, മൊബൈലിൽ ഗെയിം കളിക്കുന്നവരുണ്ട്, നല്ല സുഖമായിട്ട് ഉറങ്ങുന്നവരുണ്ട്, ഫുഡ് നല്ല ടേസ്റ്റിൽ കഴിക്കുന്നവരുണ്ട്, പാട്ട കഴിവുകളുള്ള ആളുകളുണ്ട് അല്ലേ. ഇല്ലേ? പടം വരയ്ക്കുന്നവരെ വരയ്ക്കുന്നുണ്ട്, പാട്ട് പാടുന്നവരെ പാടിക്കില്ല പാട്ട് പാടുന്നവരെ, ഡാൻസ് കളിക്കുന്നവരെ, ക്രിക്കറ്റ് കളിക്കുന്നവരെ, വ്യത്യസ്തമായ കഴിവുള്ള ഒരാളുണ്ട്. നമ്മുടെയൊക്കെ ഒരു ചേട്ടനായിട്ട് വരും. നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾക്ക് വിളിക്കും. ആള് കുറച്ച് കാര്യങ്ങൾ നമ്മളടുത്ത് പറയും. അതായത് ആള് ലിഫ്റ്റിംഗ് ചാമ്പ്യനാണ്. ആള് സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്, നാഷണൽ ലെവലിൽ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും അഭിമാനകരമായിട്ട് മത്സരിക്കാൻ, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി പോയിട്ടുള്ള ചേട്ടനാണ്. 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പോയിട്ട് പുറത്തു പോയിട്ട് നാഷണൽ ലെവലിൽ 5ാം സ്ഥാനം എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ചേട്ടനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കാനും. അപ്പോൾ ഇത് നമ്മുടെ വാർഡിലെ അഭിമാനമായ ഒരു പയ്യനാണ്. അവൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ ലെവലിൽ പോയ ഒരാളാണ്. ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച ഒരു പയ്യനാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച ആൾ 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ കുറച്ച് കാര്യങ്ങൾ, ആളുടെ അനുഭവങ്ങൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ കുട്ടികളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ആളും സമപ്രായക്കാരാണ്. അപ്പോൾ ആൾക്ക് പക്വതയോടുകൂടി ആളെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് മെമ്പർ എന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അതിന് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതൊന്ന് നീ ചാനലിൽ ഇടണം, നമ്മുടെ നാട്ടിലെ പ്രോഗ്രാം എല്ലാവരും അറിയട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ ഞാൻ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു വന്നു. പക്ഷേ ഇവർ ശരിക്കും ഇവിടെ ഒരു അംഗത്തെ പോലെ തന്നെ അവർ ക്ഷണിച്ചത്. അപ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ അതിന് മെമ്പറോട് ഒരു എന്താ പറയുക, എൻ്റെ ഹൃദയം നിറഞ്ഞൊരു നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മളത് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. ആക്ടിവിറ്റി മീൻസ് ഗെയിമാണ്. മെമ്പറാണ് ഇതിൻ്റെ ഓൾ ഇൻ ഓൾ. പുള്ളി എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി റെഡിയാക്കി ഷെഡ്യൂൾ പോലെ ചെയ്തിട്ടാണ് പ്രോഗ്രാം സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ പല ഗെയിമുകളും ആളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗെയിമിലോട്ട് കിടക്കാൻ പോകണേ. അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിം സെറ്റ് ചെയ്തേക്കണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒപ്പ് ശേഖരണമാണ്. അപ്പോൾ അതിന് റൂൾസ് ഉണ്ട്. അതായത് മെമ്പർ പറയുന്ന രീതിയിലുള്ള ഒപ്പുകൾ, അതായത് ഓഡിയൻസിൽ നിന്ന് ഒപ്പുകൾ ശേഖരിക്കലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പ് ശേഖരിക്കുന്നവർക്കാണ് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ ഒപ്പ് ശേഖരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ കയ്യിൽ വാച്ചുള്ളവരുടെ കയ്യിൽ നിന്ന് ഒപ്പ് മേടിക്കുക, മോതിരമുള്ളവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക, വൈറ്റ് ഷർട്ട് ഇട്ടവരെന്ന് മേടിക്കുക, അങ്ങനെയാണ് ആ ഗെയിം. അപ്പോൾ ആ ഗെയിം ഇതെല്ലാവരും കൂടി കളിച്ച് അതിൻ്റെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മെമ്പർ കുട്ടികൾക്കുള്ള അലേർട്ട് കൊടുത്തു. അപ്പോൾ കുട്ടികളത് ഓടി നടന്ന് എല്ലാവരും ഒപ്പ് ശേഖരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ്സിന് തൊട്ട് മുമ്പായിട്ട് ഇതിലൊരു ആക്ടിവിറ്റീസ് വർക്ക് ആക്കിയത്. കാരണം കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപദേശമൊന്നും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ഇങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ പ്രോഗ്രാം എൻജോയ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ അലേർട്ടായിട്ട് ഇരുന്നിരുന്നത്. കാരണം നമ്മുടെ ബോധവൽക്കരണ ക്ലാസ്സിന് നമ്മുടെ PG സ്റ്റേഷനിലെ CI സാറാണ് വരുന്നത്. അപ്പോൾ സാറോട് എത്തിയിട്ടില്ല. അപ്പോൾ ആൾ എത്തുന്ന വരെ കുട്ടികൾക്ക് ഇതുപോലത്തെ ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മളെല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത ഗസ്റ്റ്, അതായത് ബോധവൽക്കരണത്തിന് വേണ്ടി നമ്മുടെ PG സ്റ്റേഷനിലെ പുതിയ CI സാറിനെയാണ് നമ്മളിവിടെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഞാൻ ഉറപ്പായിട്ട് വരാന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. നമ്മുടെ വാർഡിലേക്ക് ഇന്ന് ആള് കടന്നു വന്നത്. ഇന്നത്തെ പരിപാടിയുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പറയണം, നമ്മുടെ കുട്ടിക്കലവറ എന്ന പേരിട്ടിട്ടുള്ള ഇന്നത്തെ പരിപാടി ലഹരി വിരുദ്ധ ക്ലാസ് ആണ്. അപ്പൊ ലഹരി വിരുദ്ധത്തിനെതിരെ കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ആളുകളാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെ. മറ്റു ജോലി പോലെയല്ല 9 to 5 എല്ലാവരും ജോലി അവസാനിപ്പിച്ച് വീട്ടിൽ വരുമ്പോ ഇവര് 24/7 ആണ് അല്ലെ. 24 മണിക്കൂറും പോലീസ് സ്റ്റേഷൻ തുറന്നു തന്നെ ഇരിക്കും. ഒരിക്കലും അടച്ചിട്ടുണ്ടാവില്ല അല്ലേ അല്ലേ. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന്റെ പേര് സതീഷ് എന്നാണ്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകാരനാണ്. വളരെ സ്നേഹപൂർവ്വം സതീഷ് സാറേ. അല്ലേ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് കളികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഠിക്കുന്ന കുട്ടികളല്ലേ അല്ലേ. എല്ലാവരും കാണുമ്പോൾ പറയാൻ നല്ല കുട്ടികളാണ്, നല്ല ഉദ്യോഗസ്ഥരായിട്ടുള്ള കുട്ടികളാണ് എല്ലാവരും. അങ്ങനെ നമ്മുടെ CI സാർ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞുണ്ടാവുന്ന അപകടത്തെക്കുറിച്ചും അതിൻ്റെ നിയമവശങ്ങളും അതിൽ പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം സംഭവിക്കും, ഭാവി ജീവിതം നശിച്ചു പോകുന്ന കാര്യങ്ങളും, പിന്നെ ഒരു ജോലി കിട്ടാനോ അങ്ങനെ മറ്റുള്ള, അതായത് ലഹരി പദാർത്ഥത്തിൻ്റെ കേസിൽ പെട്ട് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറ് വ്യക്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ വ്യക്തതയോടു കൂടി തന്നെ സാറ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വാഹനം ശരീരമൊന്നും തന്നെ ഏറ്റവും നമ്മൾ നിയമം തെറ്റിയിട്ടാണ് ഈ മോട്ടോർ വാഹന നിയമം മുഴുവൻ അല്ലേ. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ നിയമം പാലിക്കാൻ പഠിക്കണം. ചെറു ക്ലാസ്സിൽ മുതൽ തന്നെ നിയമം പാലിക്കാനും നിയമം എന്താണെന്ന് അറിയാൻ നമുക്ക് ഇങ്ങനത്തെ നിയമത്തെ എന്ന് പറയുന്നത് എന്താണ്
നമ്മുടെ പ്രോഗ്രാമിലെ സാറിൻ്റെ ക്ലാസ്സിനോട് ശേഷം നമ്മളിത് കുട്ടികൾക്കുള്ള സമ്മാനങ്ങളിലൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളെ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ വിന്നേഴ്സിന് കൊടുക്കാനായിട്ട് നമ്മളിത് ഗിഫ്റ്റുകൾ റെഡിയാക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്നത് ഗിഫ്റ്റുകൾ ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള തത്രപ്പാടിനാണ് നമ്മളിതൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്, പ്രോത്സാഹന സമ്മാനം ഉണ്ട്, 1ാം സമ്മാനക്കാരുണ്ട്, 2ാം സമ്മാനക്കാർ, അങ്ങനെ വേർതിരിച്ച് നമ്മളിത് ഗിഫ്റ്റുകൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ഗസ്റ്റായ ആൾ വന്ന് നമ്മൾ പഞ്ചായത്തിലെ വാർഡിൽ തന്നെ ഒരു ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 7 കുട്ടികളെ നമ്മൾ ഈ ടീമിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ടാസ്ക് കൊടുത്തേക്കാണ്. അതായത് നിങ്ങളൊരു ടീമായി നിന്നിട്ട് ലഹരി വിരുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്ത് റീൽസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധവൽക്കരണം ചെയ്യുന്ന എങ്ങനെയാണോ അങ്ങനെ ചെയ്യാനുള്ളൊരു ക്ലാസ്സാണ് ഈ മാഡം എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 7 കുട്ടികളെ മാഡം തന്നെ ഓഡിയൻസിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ടാസ്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ലഹരി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിനിപ്പം തന്നെ പരിശ്രമിച്ചാൽ ഇതിനൊരു അറുതി നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാഡം ആ ടീം സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ആ ടീമിനെ സെലക്ട് ചെയ്യലാണ് അടുത്ത പരിപാടി. അങ്ങനെ നമ്മുടെ ഓഡിയൻസ് ടീമിൽ നിന്ന് നമ്മുടെ മാഡം 7 കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇനി എന്താണ് അവർക്കുള്ള ടാസ്ക് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മാഡം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരതുപോലെ ഇനി പ്രയത്നിച്ച് നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മളിങ്ങനൊരു സംരംഭം ആ മാഡോട് റെഡിയാക്കിയേട്ടാ. അപ്പോൾ അതും കൂടിയും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ലഹരിയുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനുവേണ്ടി നമ്മൾ ടീം എടുത്തു. ഇതുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണമാവില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കില്ലെന്ന് നമ്മൾ സ്വയം തന്നെ നമ്മൾ പ്രതിജ്ഞ ചെയ്യാൻ പോകും. ആരെയും നിർബന്ധിച്ചിട്ടോ ഒന്നും ചെയ്യണില്ല. എല്ലാവരും സ്വയം വിചാരിച്ചിട്ട് നമ്മള് ഞാനിത് ഉപയോഗിക്കില്ല എന്നൊരു പ്രതിജ്ഞ ചെയ്യാണ്. അപ്പൊ നമ്മുടെ ആ ചുമരിൽ മരത്തിന്റെ പടം വെച്ചിട്ട് അതിന് ചുമരില് ഒരു സംഭവമില്ല. അത് വാങ്ങിക്കുക, ഈ താഴ്ത്ത് പാഡിന്റെ അതിന് കൈ വയ്ക്കുക, സംഭവിക്കുക. അതായത് നിങ്ങൾ ഉപയോഗിക്കില്ല എന്ന് നിങ്ങളവിടെ ഒപ്പിട്ട് തരികയാണ്. നിങ്ങളിപ്പോ ജാഗ്രതാ സത്യാംഗങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ പ്രശ്നം വെച്ചാൽ പലർക്കും എന്തിനാ ഭയണ്ടാവും അല്ലെ? ഇത് ഇടുമ്പോ ഇത് പുറത്തെ ആൾക്കാർ ഇത് കൊടുക്കുന്ന ആൾക്കാരുടെ അറിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആക്രമണം ഉണ്ടാവും എന്നുള്ള ഒരു പേടിയും ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിനിപ്പോ നമ്മുടെ യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരള പോലീസ് ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. യോദ്ധാവിന് ആപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഫോൺ നമ്പറും ഉണ്ട്. കിട്ടില്ലേ എന്ന് വിളിച്ചാൽ ആപ്പിൽ നിങ്ങൾക്ക് വിളിച്ച് നേരത്തെ പറഞ്ഞ പോലെ 999566666 ഇതാണ് യോദ്ധാവിന്റെ നമ്പർ. ഈ നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വേറെ ആരും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പേടി വേണ്ട. അതെ, നമ്മുടെ സാറ് പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ലഹരിക്കെതിരായ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രൈവസി ഒന്നും പോവില്ല, പേടി വേണ്ട. അപ്പോൾ അങ്ങനെ ഇതിൽ കാണുകയാണെങ്കിൽ എല്ലാവരും ആ ആപ്പിൽ കയറി അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമായ ലഹരി വിരുദ്ധത്തിന് വേണ്ടിയുള്ളൊരു കൗൺസിലിംഗ് പോലെ
ഒരു ട്രീ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരു വാചകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാ കുട്ടികളും അത് വായിച്ച് നമ്മളതിലേക്ക് അത് ഇനി നമ്മൾ ആ പ്രസ്താവന നമ്മൾ ഇവിടെ സത്യം ചെയ്യുന്നത് പോലെ അവിടെ മഷി കൊണ്ട് നമ്മൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കുകയാണ്. അപ്പോൾ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും ഇതുപോലെ മരത്തിന് ചില്ല, അതായത് മരത്തിന് ഇലകളെന്ന പോലെ നമ്മളിത് തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ എല്ലാ കുട്ടികളെയും ആ വാചകം ഒരു വട്ടം വായിപ്പിച്ച് സത്യവാങ്മൂലം എടുക്കുന്ന പോലെ സത്യം ചെയ്യിച്ച് നമ്മളിത് അവിടെ തമ്പ് ഇംപ്രഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റനാണ് ആദ്യമായിട്ട് അത് ചെയ്തത്. അപ്പോൾ ക്യാപ്റ്റനത് ആദ്യത്തെ പ്രോത്സാഹന സമ്മാനം നമ്മുടെ CI സാറ് കൈമാറുകയാണ്. അപ്പോൾ അതുപോലെ ഇനി അടുത്ത ഓരോ കുട്ടികളും ഇതുപോലെ വന്ന് ഈ നമ്മൾ ഈ സെറ്റ് റെഡിയാക്കിയിരിക്കുന്ന സംഭവം പൂർത്തീകരിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ കുട്ടികളും തമ്പ് ഇംപ്രഷൻ കൊടുത്ത് തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും വാചകം വായിക്കുന്നു, തമ്പ് ഇംപ്രഷൻ കൊടുക്കുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മളിതേ സമ്മാനദാനവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രീ ഫുള്ളായിട്ട് ഫില്ലാവും കേട്ടോ. നമ്മൾ ഏകദേശം 50 കുട്ടികളോളം ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ തമ്പ് ഇംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രീ പൂത്തുലയും എന്ന് പറഞ്ഞ പോലെ ജീവിതം പൂത്തുലയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ ഇന്ന് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിതേ പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രീ ഏകദേശം ഫില്ലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിതേ സമ്മാനദാനം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രീ ഭംഗിയാവുന്നതോടുകൂടി നമ്മുടെ പ്രോഗ്രാം വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ്സോടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത കുട്ടികളോടാണ് നമുക്ക് ഇതിന്റെ ഇത് ചോദിക്കാം. അതായത് ഇവർക്ക് എന്ത് മനസ്സിലായി, ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് കുട്ടികൾക്ക് എന്ത് മനസ്സിലായെന്ന് ചോദിക്കാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ലഹരി ഉപയോഗിക്കില്ല എന്ന് ഉറപ്പല്ലേ? കുട്ടികളൊക്കെ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗേൾസിനോട് ചോദിച്ചേക്കാം. അപ്പോൾ ആ ബോയ്സിനോട് ചോദിച്ച പോലെ തന്നെ നമുക്ക് ഗേൾസിനോടും ചോദിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി ഉപയോഗിക്കാനായിട്ട് ആൺപെൺ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ഗേൾസും ബോയ്സും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? അപ്പോൾ ക്ലാസ്സിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായേ? സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പറഞ്ഞു തന്നു. ലഹരി ഇനി ഉപയോഗിക്കില്ല. അപ്പോൾ നമ്മളിതേ കുട്ടികൾക്കെല്ലാം ഒരു ഐഡിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോസും ഇനി മുതൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് തന്നവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ തുടർന്നും പുതിയതായി കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.